രാമായണവുമായി ബന്ധപ്പെട്ട് തൃശൂർ എംഎൽഎയും സിപിഐ നേതാവുമായ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിനെ തുടർന്ന് ഫേസ്ബുക്കിലൂടെ തന്നെ എംഎൽഎയുടെ ഖേദപ്രകടനം. ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു, സീത 3 പേർക്കും വിളമ്പിയെന്ന പോസ്റ്റാണ് വിവാദത്തിനിടയാക്കിയത്. ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനമുയർന്നതോടെ പി ബാലചന്ദ്രൻ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. ഇതിനിടെ ബാലചന്ദ്രനെ തള്ളിപ്പറഞ്ഞ സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് രംഗത്തെത്തി. ഇത് പാർട്ടി നിലപാടല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം FBയിൽ ഞാൻ ഒരു പഴയ കഥ ഇട്ടിരുന്നു. അത് ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ മിനിറ്റുകൾക്കകം അത് പിൻവലിക്കുകയും ചെയ്തു. ഇനി അതിന്റെ പേരിൽ ആരും വിഷമിക്കരുത്. ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് MLA പോസ്റ്റിൽ കുറിച്ചു. രാമായണത്തിലെ കഥാപാത്രമായ സീത രാമനും ലക്ഷ്മണനും ഇറച്ചിയും പൊറോട്ടയും വിളമ്പിക്കൊടുത്തു എന്ന ബാലചന്ദ്രന്റെ പോസ്റ്റാണ് വിവാദമായത്. രാമൻ ഒരു സാധുവായിരുന്നു. കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല. ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു. ചേട്ടത്തെ സീത 3 പേർക്ക് വിളമ്പി. അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു. സീത പറഞ്ഞു, രാമേട്ട അതിന് കറി വെച്ച് തരണം. രാമൻ മാനിന്റെ പിറകെ ഓടി. മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു. മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ച് നേരം പോയി. ലക്ഷ്മണൻ ഇറച്ചി നിന്ന കൈ നക്കി ഇരിക്കുകയാണ്. സീത പറഞ്ഞു, ഡാ തെണ്ടി, നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക്. എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുവാ എന്നിങ്ങനെയാണ് ബാലചന്ദ്രന്റെ പോസ്റ്റിലെ വാചകങ്ങൾ. ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇത്രയും നികൃഷ്ടവും നീചവുമായ പ്രയോഗങ്ങളിലൂടെ ചവിട്ടിമെതിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ മറ്റാർക്കാണ് കഴിയുകയെന്ന് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ വിമർശിച്ചു. മതഭീകരവാദികളുടെ വോട്ടിനു വേണ്ടി സ്വന്തം നാടിനെയും സംസ്കാരത്തെയും പിതൃശൂന്യരായി ഇക്കൂട്ടർ വിഭജിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. സ്വത്വബോധവും തലയ്ക്ക് വെളിവുമില്ലാത്ത കുറെ അണികൾ പിന്തുണയ്ക്കാനുണ്ടെങ്കിൽ എന്തുമാവുമെന്ന് ധാർഷ്ട്യം. ഇതുപോലെ വൃത്തികെട്ട ഒരു ജനപ്രതിനിധിയും അവന്റെ പാർട്ടിയും ചുമക്കാൻ അവസരമുണ്ടാക്കിയവർ ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇത് കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തട്ടെ, അനീഷ് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പി ബാലചന്ദ്രൻ MLAക്കെതിരെ പരാതി നൽകി. യുക്തിവാദികൾ പോലും പറയാൻ മടിക്കുന്ന മ്ലേച്ഛമായ ഭാഷയിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടതെന്നും അദ്ദേഹത്തിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നും BJP സംസ്ഥാന സെക്രട്ടറി നാഗേഷ് ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ ആരാധ്യപുരുഷനും ആരാധനാപാത്രവുമായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും യുക്തിവാദികൾ പോലും പറയാൻ മടിക്കുന്ന മ്ലേച്ഛമായ രീതിയിലാണ് തൃശൂർ MLA പി ബാലചന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിൽ നടത്തിയിട്ടുള്ളത്. MLAക്കെതിരെ കലാപശ്രമത്തിന് കേസെടുത്ത് ജയിലിലടയ്ക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. ഹൈന്ദവ വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് കുറിപ്പെഴുതി പോസ്റ്റിട്ട MLA നടത്തിയിട്ടുള്ളത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഹൈന്ദവ വിശ്വാസികളോട് ഇപ്പോൾ MLA നടത്തിയിട്ടുള്ള ഖേദപ്രകടനം വെറും തട്ടിപ്പാണ്. അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം MLAയുടെ കുറിപ്പിനെതിരെ എന്താണ് അവരുടെ മറുപടി എന്ന് പറയാൻ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുന്നു.